അടുത്ത ക്വസ്റ്റ്യൻ 4 മാർക്കിന് 3 മോഡൽ പേപ്പറിൽ കിടക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ലെറ്റ് എ ബി സി three arbitrary set show that a minus b minus c equal to a minus b union c. ഇത് രണ്ട് ഈക്വൽ ആണ് കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്നിന്റെ സബ്സെറ്റ് ആണ് കാണിച്ചാൽ മതി. അതിപ്പോ അങ്ങനെ ഒരു പ്രൂഫ് നമുക്ക് എഴുതാം. അതായത് ആദ്യം ഞാൻ പറയുന്നു എക്സ് എലമെന്റ് ഓഫ് എ മൈനസ് ബി മൈനസ് സി, അതേപോലെ എന്ത് കാണിക്കുന്നു എക്സ് എലമെന്റ് ഓഫ് എ മൈനസ് ബി യൂണിയൻ സി. ഇതിലുള്ള ഒരു ആർബിട്രറി എലമെന്റ് എനിക്ക് ഈ ഒരു സെറ്റിൽ ഉണ്ടെന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് നമുക്ക് എന്ത് പറയാം, എ മൈനസ് ബി മൈനസ് സി ഈസ് കണ്ടെയ്ൻഡ് ഇൻ എ മൈനസ് ബി യൂണിയൻ സി എന്ന് പറയാം. അതേപോലെ തന്നെ ഇവിടുന്ന് ഒരു എലമെന്റിനെ എടുക്കുകയാണെങ്കിൽ അത് നമ്മൾ എവിടെ ഉണ്ടെന്ന് കാണിച്ചാൽ മതി, ഈ എ മൈനസ് ബി മൈനസ് സിയിൽ ഉണ്ടെന്ന് കാണിച്ചാൽ മതി. അപ്പൊ തുടങ്ങാം നമുക്ക്. എക്സ് എലമെന്റ് ഓഫ് എ മൈനസ് ബി മൈനസ് സി. അപ്പോ ഇതിന് നമുക്ക് എന്ത് ചെയ്താം, സിമെട്രിക്, അതായത് ഈ ഡിഫറൻസിന്റെ അർത്ഥം എന്താണ്, എ മൈനസ് ബിയിലുണ്ട് പക്ഷെ എവിടെയില്ല, സിയിലില്ല. അപ്പൊ ഞാൻ അവിടുന്ന് എന്ത് ചെയ്ത് എക്സ് എലമെന്റ് ഓഫ് എ മൈനസ് ബി ആൻഡ് എക്സ് നോട്ട് എലമെന്റ് ഓഫ് സി. അപ്പൊ ഇവിടുന്ന് നമുക്ക് എക്സ് എലമെന്റ് ഓഫ് എ മൈനസ് ബിയിൽ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് എലമെന്റ് ഓഫ് എ ആൻഡ് എക്സ് നോട്ട് എലമെന്റ് ഓഫ് ബി എന്ന് എഴുതാലോ, ആൻഡ് എക്സ് നോട്ട് എലമെന്റ് ഓഫ് സി. അപ്പൊ ഇവിടുന്ന് നമുക്ക് എന്ത് പറയാം, എക്സ് എലമെന്റ് ഓഫ് എ ആൻഡ് എക്സ് ബിയിലും ഇല്ല സിയിലും ഇല്ല എങ്കിൽ എക്സ് ബി യൂണിയൻ സിയിൽ ഒരിക്കലും ഉണ്ടാവില്ല. സോ എക്സ് നോട്ട് എലമെന്റ് ഓഫ് ബി യൂണിയൻ സി. അപ്പൊ നമുക്ക് എന്താ കിട്ടിയിരിക്കുന്നത്, എക്സ് എയിലുണ്ട് ബി യൂണിയൻ സിയിലില്ല. അവിടെ നമുക്ക് എന്ത് പറയാം, എക്സ് എലമെന്റ് ഓഫ് എ മൈനസ് ബി യൂണിയൻ സി. അപ്പൊ ഒന്ന് മറ്റേനെ കണ്ടെയ്ൻ ചെയ്യണമെന്ന് കിട്ടി. ഇനി അടുത്തത് എക്സ് എലമെന്റ് ഓഫ് എ മൈനസ് ബി യൂണിയൻ സി. അതിന് പകരം വേറൊരു ആർബിട്രറി എലമെന്റ് എ മൈനസ് ബി യൂണിയൻ സി എന്ന് എഴുതി. ഇതെന്നെ നേരെ തിരിച്ച് എഴുതിയാലും മതി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, y എലമെന്റ് ഓഫ് എ ആൻഡ് y നോട്ട് എലമെന്റ് ഓഫ് ബി യൂണിയൻ സി. ഇവിടെ നമുക്ക് എന്ത് പറയാം, ബി യൂണിയൻ സിയിൽ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y നോട്ട് എലമെന്റ് ഓഫ് ബി ആൻഡ് y നോട്ട് എലമെന്റ് ഓഫ് സി ആണ്. ഞാൻ പറഞ്ഞിട്ട് നോട്ട് എലമെന്റ് ഓഫ് യൂണിയൻ വരികയാണെങ്കിൽ അവിടെ പിന്നെ യൂസ് ചെയ്യേണ്ട വേർഡ് ആൻഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിന് നമുക്ക് എന്ത് പറയാം, y എയിലുണ്ട്, എന്താ y ബിയിലില്ല, അതുപോലെ y സിയിലില്ല. അപ്പൊ നമുക്ക് y എയിലുണ്ട് y ബിയിലില്ല എന്ന് പറയണേന്ന് y എലമെന്റ് ഓഫ് എ മൈനസ് ബി എന്ന് പറയാലോ. y എയിലും ഉണ്ട് ബിയിലും ഇല്ല എന്ന് പറയണേന്ന് y എലമെന്റ് ഓഫ് എ മൈനസ് ബി എന്ന് കിട്ടി, ആൻഡ് y നോട്ട് എലമെന്റ് ഓഫ് സി. അപ്പൊ നമ്മൾ സാധാ പോലെ എഴുതാറില്ലേ, അതുപോലെ എഴുതിയാലും മതി. ഇങ്ങനെയും നമുക്ക് പ്രൂവ് ചെയ്യാം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് കാണിച്ചത്, ഈ ഒരു എന്താണ് ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രം ഈ രീതിയിൽ ചെയ്തത്. നമ്മൾ എങ്ങനെ പ്രൂവ് ചെയ്താലും കുഴപ്പമില്ല, ഇത് കറക്റ്റ് ആയിട്ട് ചെയ്യണമെന്ന് മാത്രം. നമ്മുടെ മോഡൽ പേപ്പറിൽ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, അതായത് കാർഡിനാലിറ്റി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു കാർഡിനാലിറ്റി ഓഫ് എ പ്ലസ് കാർഡിനാലിറ്റി ഓഫ് ബി മൈനസ് കാർഡിനാലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി യൂസ് ചെയ്യണ അടുത്ത ക്വസ്റ്റ്യൻ. അതിൽ ചോദിച്ചേക്കുന്ന ഈച്ച് സ്റ്റുഡൻറ് ഇൻ ലിബറൽ ആർട്ട് അറ്റ് സം കോളേജ് ഹാസ് മാത്സ് റിക്വയർമെന്റ് ആൻഡ് സയൻസ് റിക്വയർമെന്റ് എസ്. മാത്സിന് നമ്മൾ സയൻസിന് എസും കൊടുത്തു. അപ്പൊ ഇവര് പറയാണ് ഈ പോൾ ഓഫ് 140 സ്റ്റുഡൻസ് ഷോസ് ദാറ്റ് 60 സ്റ്റുഡൻറ് ഹാവ് റിക്വയർമെന്റ് ഓഫ് മാത്സ്. അപ്പൊ നമുക്ക് അവിടുന്ന് എന്ത് ചെയ്താം, അങ്ങനെ നമ്പേഴ്സ് ഒക്കെ കിട്ടുകയാണെങ്കിൽ അത് അപ്പൊ തന്നെ എഴുതി വെക്കുക. എമ്മിന്റെ റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ 60 ആണ്. അടുത്തതോ 45 ഹാവ് മെറ്റ് എസ്. അപ്പൊ എസ് ഈക്വൽ ടു 45. 20 ഹാവ് മെറ്റ് ബോത്ത്. എം ഇന്റർസെക്ഷൻ എസ് എന്ന് പറയുന്നത് 20 ആണ്. Determine how many students have met neither of two requirement. അപ്പൊ നമ്മൾ ഫസ്റ്റ് എ യൂണിയൻ ബി കണ്ടുപിടിക്കാം. എ യൂണിയൻ ബി കണ്ടുപിടിച്ചതിന് ശേഷം അത് ടോട്ടൽ സ്റ്റുഡൻസിൽ നിന്ന് മൈനസ് ചെയ്താൽ മതി. എ യൂണിയൻ ബി ഇവിടെ എ അല്ല, എം യൂണിയൻ എസ് ആണ്. നമുക്ക് ആ ഫോർമുല വെച്ചിട്ട് എന്ത് കിട്ടും, എം യൂണിയൻ എസ് ഈക്വൽ ടു കാർഡിനാലിറ്റി ഓഫ് എം പ്ലസ് കാർഡിനാലിറ്റി ഓഫ് എസ് മൈനസ് കാർഡിനാലിറ്റി ഓഫ് എം ഇന്റർസെക്ഷൻ എസ് എന്ന് കിട്ടും. ഇതെല്ലാം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത സമയത്ത് നമുക്ക് എന്ത് വന്നു, 85 എന്ന് വന്നു അല്ലേ. 60 + 45 - 20 എന്ന് പറയുന്നത് 85 ആണ്.
ഇവിടെ ചോദിക്കുന്നത് എന്താണ് രണ്ടും മറ്റ് ചെയ്യണ ആൾക്കാരെന്നെയല്ല, ഒരെണ്ണം പോലും എന്താണ് ആവശ്യമുള്ള സംഭവം മറ്റ് ചെയ്യാത്ത ആൾക്കാരുടെ റിക്വയർമെന്റ് ആണ്. സോ ഇവിടെ എത്ര ആൾക്കാരുണ്ട്? 140 സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ രണ്ടും മറ്റ് ചെയ്യുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ അവിടെ 85 ആണ്. 140 - 85 നമുക്ക് എന്ത് വന്നു? 55 വന്നു. ഇത് നമുക്ക് നന്നായി ചോദിക്കാനുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് നമ്പർ ഓഫ് ഇന്റീജേഴ്സ് നോട്ട് എക്സീഡിങ് 10,000 ദാറ്റ് ആർ നോട്ട് ഡിവിസിബിൾ ബൈ 3, 17 or 35. നേരത്തെ നമ്മൾ ചെയ്ത പോലെ നേരത്തെ ചെയ്തപ്പോൾ എന്താ ഉണ്ടായിരുന്നത് വെച്ചാൽ ഈ 3ഉം 17, 35ന്റെ പ്രത്യേകത ഇതെല്ലാം റിലേറ്റീവ്ലി പ്രൈം ആണ്. അപ്പൊ നമ്മൾ എ ഇന്റർസെക്ഷൻ ബി, എ ഇന്റർസെക്ഷൻ സി, ബി ഇന്റർസെക്ഷൻ സി ഒക്കെ കാണുമ്പോ അടിയിൽ നമ്മൾ എൽസിഎം കണ്ടിരുന്നല്ലോ. എൽസിഎം കണ്ടിരുന്ന സമയത്ത് ഇപ്പൊ നമുക്ക് വരാൻ പോണത് ഇതില് 35 മീൻസ് എന്താ പറയുക, നമുക്ക് 7 × 5 ആ. ഇതെല്ലാം റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള എലമെന്റ്സ് ആയതുകൊണ്ട് അടിയിലെ എൽസിഎം കണ്ടുപിടിക്കുന്ന സമയത്ത് നമുക്ക് ഇൻറ്റു ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി? കാർഡിനാലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് 1000 ആണ് ഇവിടെ ഉള്ളത്, 1000/3. കാർഡിനാലിറ്റി ഓഫ് ബി എന്ന് പറഞ്ഞാൽ 1000/17. കാർഡിനാലിറ്റി ഓഫ് സി എന്ന് പറഞ്ഞാൽ 1000/35. ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ആണ്. നേരത്തെ നമ്മൾ ചെയ്ത് ചെയ്യും. ഇത് കുറച്ചും കൂടി ലാഭമായി. കാരണം എന്താ വെച്ചാൽ റിലേറ്റീവ്ലി പ്രൈമായ നമ്പേഴ്സ് ആയതുകൊണ്ട്, അതായത് അവർക്ക് കോമൺ മൾട്ടിപ്പിൾസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എന്ത് സംഭവിച്ചു? എൽസിഎം ഒക്കെ കാണുമ്പോൾ അത് ജസ്റ്റ് ഇൻറ്റു ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ വാല്യൂസ് ഇതൊന്ന് പോസ് ചെയ്തിട്ട് തന്നെ ചെയ്ത് നോക്കുക. അപ്പോൾ കാർഡിനാലിറ്റി ഓഫ് എ 333 എന്ന് കിട്ടും. കാർഡിനാലിറ്റി ഓഫ് ബി 58 കിട്ടും. പിന്നെന്താ കാർഡിനാലിറ്റി ഓഫ് സി നമുക്ക് എന്ത് വരും? ചെയ്ത് നോക്കണ സമയത്ത് അത് അപ്പുറത്തെ പേജിലായിരുന്നു. കാർഡിനാലിറ്റി ഓഫ് സി ചെയ്തപ്പോൾ 28 കിട്ടും. പിന്നെ നേരത്തെ പോലെ എ ഇന്റർസെക്ഷൻ ബി ചെയ്തപ്പോൾ 19, എ ഇന്റർസെക്ഷൻ സി ചെയ്തപ്പോൾ 9, ബി ഇന്റർസെക്ഷൻ സി ചെയ്തപ്പോൾ 1 എന്ന് വന്നു. കണ്ടോ? ഇനി നമുക്ക് 3ഉം ഉള്ളതുണ്ടല്ലോ. 3 ഉള്ളതിന് ഇവിടെ റിലേറ്റീവ്ലി പ്രൈം ആയതുകൊണ്ട് നമുക്ക് 1785 എന്ന് കിട്ടി. അത് 0 ആയി. നമുക്കറിയാം 3 സെറ്റ് വരുന്ന സമയത്ത് അതിന്റെ ഇക്വേഷൻ എന്താണ്? കാർഡിനാലിറ്റി ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി ഈക്വൽ ടു കാർഡിനാലിറ്റി ഓഫ് എ പ്ലസ് കാർഡിനാലിറ്റി ഓഫ് ബി പ്ലസ് കാർഡിനാലിറ്റി ഓഫ് സി മൈനസ് കാർഡിനാലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. അത് കഴിഞ്ഞ അടുത്ത 2/s, അത് എ ബി, പിന്നെ എ സി, പിന്നെ എന്ത് വരും? ബി സി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? കാർഡിനാലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി, എ ഇന്റർസെക്ഷൻ സി, ബി ഇന്റർസെക്ഷൻ സി ഒക്കെ അറിയാം. അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് വന്നു? 390 വന്നു. ഇനിയിപ്പോൾ നമ്മളോട് എന്താ? നമ്പർ ഓഫ് ഇന്റീജേഴ്സ് ദാറ്റ് നോട്ട് എക്സീഡിങ് 1000 ദാറ്റ് ആർ നോട്ട് ഡിവിസിബിൾ ബൈ 3, 17, 35 എന്ന് പറയുമ്പോൾ അവിടുന്ന് 610 വന്നു. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ A1 യൂണിയൻ A2 യൂണിയൻ A3 if there are 100 elements in A1 and 1000 in A2 and 10,000 in A3 if. അതിൽ തന്നെ അവർ പല കണ്ടീഷൻസ് കൊടുത്തേക്കാണ്. A1 is contained in A2, A2 contained in A3. അപ്പൊ അവിടുന്ന് നമുക്ക് എന്ത് പറയാം? A1 contained in A2 contained in A3 എന്ന് പറയാം. ആണല്ലോ. ഇനി ഇവിടേക്ക് നോക്കൂ. A1 കാർഡിനാലിറ്റി 100, A2 കാർഡിനാലിറ്റി 1000, A3 കാർഡിനാലിറ്റി 10,000 ആണ്. ഇത് കണ്ടെയ്ൻഡ് ചെയ്തു എന്ന് പറയുമ്പോ ഇപ്പൊ നമുക്ക് ഇവിടെ ആവശ്യമുള്ളത് എന്താണ്? A1 യൂണിയൻ A2 യൂണിയൻ A3 അല്ലേ? അപ്പൊ എന്തായാലും ഇത് യൂണിയൻ ചെയ്യുമ്പോ A1 യൂണിയൻ A2 യൂണിയൻ A3 ചെയ്യുന്ന സമയത്ത് A3 എത്ര എലമെന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞേക്കണേ? ആ 10,000 എലമെന്റ്സ് ഉണ്ടെന്നാണ്. A3 10,000 എലമെന്റ്സ്. A3 എലമെന്റ്സ് മാത്രമല്ലേ A1 A2 ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? A1 യൂണിയൻ A2 യൂണിയൻ A3 എന്ന് പറയുന്നതിൽ 10,000 ഉണ്ടാവുള്ളൂ. കാരണം എല്ലാം ഇങ്ങനെ കണ്ടെയ്ൻ ചെയ്തത് കൊണ്ട്. കണ്ടെയ്ൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലാണ് നമുക്ക് എന്ത് വരിക? ഇതിപ്പോ ഫിഗർ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ എന്ത് വരും? ഇത് A3, ഇത് A2, ഇത് A1. അപ്പൊ A1 യൂണിയൻ A2 യൂണിയൻ A3 എന്താ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയാം? നമുക്ക് A3 എന്ന് പറയാം. ഈ ഫിഗർ ഇങ്ങനെയല്ല, പകരം ഇങ്ങനെയൊക്കെ ആയിരുന്നു എങ്കിലാണ് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്ലൂഷൻ എക്സ്ക്ലൂഷൻ ആ ഫോർമുല ഒക്കെ യൂസ് ചെയ്യേണ്ടി വരുന്നത്.
ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ പറയണത് ദ സെറ്റ് ആർ പെയർ വൈസ് ഡിസ്ജോയിന്റ്. പെയർ വൈസ് ഡിസ്ജോയിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പെയേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ ഉണ്ടാവുള്ളൂ, അത് 0 ആണ് ഉണ്ടാവുക. അപ്പൊ A1 ഇന്റർസെക്ഷൻ A2 ചെയ്യുമ്പോൾ 0, A1 ഇന്റർസെക്ഷൻ A3 ചെയ്യുമ്പോൾ 0, A2 ഇന്റർസെക്ഷൻ A3 ചെയ്യുമ്പോൾ 0, A1 A2 A3 ചെയ്യുമ്പോൾ 0. അപ്പോൾ ഇതിന്റെ വാല്യൂസ്, അപ്പൊ നമുക്ക് സാധാരണ പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്ലൂഷൻ എക്സ്ക്ലൂഷനിൽ വരണ, അതായത് ആദ്യം 2 പെയേഴ്സ് വരുന്നു, പിന്നെ 3 പെയേഴ്സ് വരുന്നു. അതല്ല നമ്മുടെ ഫോർമുല. A യൂണിയൻ B ഈക്വൽ ടു A യൂണിയൻ B യൂണിയൻ C ഈക്വൽ ടു A കാർഡിനാലിറ്റി ഓഫ് A പ്ലസ് കാർഡിനാലിറ്റി ഓഫ് B പ്ലസ് കാർഡിനാലിറ്റി ഓഫ് C മൈനസ് 2 കോമ്പിനേഷൻ A ഇന്റർസെക്ഷൻ B, A ഇന്റർസെക്ഷൻ C, AB ഇന്റർസെക്ഷൻ C. ഇതിപ്പോ എല്ലാതും 0 ആയതുകൊണ്ട് നമുക്ക് ബാക്കി എല്ലാം 0 ആയി പോകും. ആകെ കൂടി ബാക്കി വരും എന്താണ്, കാർഡിനാലിറ്റി ഓഫ് A1 പ്ലസ് കാർഡിനാലിറ്റി ഓഫ് A2 പ്ലസ് കാർഡിനാലിറ്റി ഓഫ് A3. അതിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ എനിക്ക് എന്ത് വാല്യൂ കിട്ടി, 100 പ്ലസ് 1000 പ്ലസ് ലാസ്റ്റത്തെ എന്തായിരുന്നു 10,000 അല്ലേ, ഒരു 0 കുറവുണ്ട്. അപ്പൊ ആ ഒരു 0 കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, 10,000 പ്ലസ് 1000 പ്ലസ് 100 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് വന്നു, 11,100 ആണ് ആൻസർ. ആൻസർ കറക്റ്റ്, പക്ഷെ ഇവിടെ ഒരു 0 കുറവുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അതിലുള്ള C എന്ന് പറയുന്നത് there are 2 elements common to each pair of the set and 1 element in each 3 set. അപ്പൊ അവിടെ നമുക്ക് എന്ത് മനസ്സിലായി, ഈ ഫോർമുല ഒറിജിനൽ ഫോർമുല എഴുതി. ഞാൻ പറഞ്ഞില്ലേ A1 പ്ലസ് A2 പ്ലസ് A3 മൈനസ് 2 പെയേഴ്സ് A1 ഇന്റർസെക്ഷൻ A2, A1 ഇന്റർസെക്ഷൻ A3, A2 ഇന്റർസെക്ഷൻ A3 പ്ലസ് ആരും കൂടി വരും, ഒരു ടേമും കൂടി വരില്ലേ, പ്ലസ് A1 ഇന്റർസെക്ഷൻ A2 ഇന്റർസെക്ഷൻ A3 ഒരു ടേം കൂടി വന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് വരും, 100, 1000, 10,000 എല്ലാ 2 പെയറിലും 2 ആൾക്കാരുണ്ടെന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് എന്ത് എഴുതാം, മൈനസ് ഓഫ് 2 പ്ലസ് 2 പ്ലസ് 2 പ്ലസ് 1 എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ, find a number of positive integers not exceeding 1000 that are either square or cube of an integer. സ്ക്വയർ ഓഫ്, അപ്പൊ നമുക്ക് 2 കാര്യങ്ങളാണ് പറയുന്നത്. എന്ന് പറഞ്ഞ സെറ്റ് ഓഫ് നമ്പേഴ്സ് ദാറ്റ് നോട്ട് എക്സീഡിങ് 1000 എന്താവാൻ പാടില്ല, സ്ക്വയറും, ദാറ്റ് ഈസ് ഐദർ സ്ക്വയർ ഓർ ക്യൂബ്. ഒന്നിലെ സ്ക്വയർ ആവണം അല്ലെങ്കിൽ ക്യൂബ് ആവണം എന്നാ പറഞ്ഞിട്ടുള്ളത്. ചില സമയത്ത് സ്ക്വയറും ക്യൂബ് ഒരേ നമ്പേഴ്സ് വന്നൂടെ. അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് ഈ ഫോർമുല തന്നെയാണ്, A യൂണിയൻ B ഈക്വൽ ടു കാർഡിനാലിറ്റി ഓഫ് A പ്ലസ് കാർഡിനാലിറ്റി ഓഫ് B മൈനസ് കാർഡിനാലിറ്റി ഓഫ് A ഇന്റർസെക്ഷൻ B. ഇനി ഈ സ്ക്വയർ ആവുന്ന നമ്പേഴ്സ്, അതായത് 10,000 വരെ, 10,000 അല്ല 1000 വരെ സ്ക്വയർ ആവുന്ന നമ്പേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാം, സ്ക്വയർ ആവുന്ന നമ്പേഴ്സ് നമുക്ക് റൂട്ട് ഓഫ് 1000 ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ക്യൂബ് ആവുന്ന സമയത്ത് 1000 ഓഫ് കാൽക്കുലേറ്റർ ചെയ്യുന്ന സമയത്ത് റേസ് ടു 1/3 ചെയ്യാം. ഒക്കെ ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ആണ്. ഇപ്പൊ 31.6 വന്നു കഴിഞ്ഞാൽ 31 കിട്ടും, 10 വന്നു കഴിഞ്ഞാൽ 10 കിട്ടും. ഇനി ഇത് രണ്ടിലും കോമൺ ആയിട്ട് വരുമ്പോൾ നമുക്ക് എന്ത് പറയാം, A ഇന്റർസെക്ഷൻ Bയില് ആ നമ്പർ റേസ് ടു 1/6 എന്ന് വരും. അപ്പൊ 3.16 എന്ന് കിട്ടും. ആൻസർ എന്ത് വന്നു, 3 എന്ന് വന്നു. അപ്പൊ A യൂണിയൻ B ഈക്വൽ ടു കാർഡിനാലിറ്റി ഓഫ് A പ്ലസ് കാർഡിനാലിറ്റി ഓഫ് B മൈനസ് കാർഡിനാലിറ്റി ഓഫ് A ഇന്റർസെക്ഷൻ B ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടി, 31 plus 10 41, 41 minus 3 38 എന്ന് ആൻസർ വന്നു. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, how many terms are there in the formula of number of elements in union of 10 set given by principle of inclusion exclusion? അപ്പോൾ നമ്പർ ഓഫ് എലമെന്റ്സ് എത്രയാണെന്ന്, ഇപ്പൊ നമുക്ക് A യൂണിയൻ Bയില് എത്ര എലമെന്റ്സ് ഉണ്ടായിരുന്നു, ശരിക്ക് 3 എണ്ണം വന്നിട്ടുണ്ട്. കാർഡിനാലിറ്റി ഓഫ് A പ്ലസ് കാർഡിനാലിറ്റി ഓഫ് B മൈനസ് കാർഡിനാലിറ്റി ഓഫ് A ഇന്റർസെക്ഷൻ B. അപ്പൊ എത്ര ടേംസ് വന്നിട്ടുണ്ട്, 3 ടേംസ് വന്നിട്ടുണ്ട് ഇവിടെ. അതുപോലെ എത്ര ടേംസ് വരുന്നുണ്ട് എന്നാണ് ചോദ്യം. അത് കണ്ടുപിടിക്കാനായിട്ട് 2n - 1 കണ്ടാൽ മതി. അതാണ് അതിന്റെ ഫോർമുല. അപ്പൊ ഇവിടെ നമുക്ക് എത്ര
എത്ര ടേംസ് വരുന്നുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ 10 സെറ്റ് ആണുള്ളത്. സോ 2 raised to 10 - 1 ആണ് ആൻസർ. How many elements are there in the union of 5 set? If set contains 10,000 elements each, കഴിഞ്ഞില്ല, പിന്നെന്താ പറയണത്? Each 10,000 elements, each pair of set having 1,000 common elements. Each triple of set has 100 common element. Every 4 set have 10 element and there is 1 element in all 5 set. ഫസ്റ്റ് നമ്മൾ എങ്ങനെ എഴുതുന്നു? ആദ്യം എ യൂണിയൻ, അത് വരുമെന്ന് സംശയമാണ്. എന്നാലും ഇങ്ങനെ ഇപ്പോൾ വലിയ നമ്പേഴ്സ് എന്ത് വന്നാലും നമ്മൾ ചെയ്യേണ്ട ഒരു രീതി ഉണ്ടല്ലോ, അതാണ് നമ്മളിവിടെ നോക്കി വെക്കുന്നത്. അപ്പോൾ 5 സെറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ ആദ്യം 1 ഓരോ സിംഗിൾട്ടൺ സെറ്റുകൾ എഴുതി. A1 A2 A3 A4 A5. അത് കഴിഞ്ഞ് 2 സെറ്റ്, അതായത് A1 A2 A1 A3 A1 A4 A1 A5. അത് കഴിഞ്ഞ് A2ൽ സ്റ്റാർട്ട് ചെയ്യണം. A2 A3 A2 A4 A2 A5. അത് കഴിഞ്ഞ് A3ൽ സ്റ്റാർട്ട് ചെയ്യണം. A3 A4 A3 A5. പിന്നെ A4ൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ A4 A5. അപ്പോൾ 2 പെയേഴ്സ് ഉള്ളതൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് 3 പെയേഴ്സ് ഉള്ളത് ചെയ്യണം. A1 A2 A3 A1 A2 A4 A1 A2 A5. അപ്പോൾ A1 A2 വെച്ചിട്ടുള്ളത് കഴിഞ്ഞു. ഇനി ഞാൻ A1 A3 വെച്ചിട്ടാണ് ചെയ്യുന്നത്. A1 A3 A4 A1 A3 A5. പിന്നെ A4 വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തോന്നു A1 A4 A5. അപ്പം ഇനി A1 വെച്ചിട്ട് ഒന്നും നമുക്ക് ചെയ്യാനില്ല. ഇനി A2 വെച്ചിട്ടാണ് ചെയ്യുന്നത്. A2 A3 A4 A2 A3 A5. ഇനി എന്ത് ചെയ്യാം? ഇനി നമുക്ക് എന്ത് ചെയ്താം? ഏകദേശം എല്ലാം ആയിട്ടുണ്ടല്ലോ. ഇനിയുണ്ട് A3 A4 A5, അതുപോലെ തന്നെ A2 A4 A5. അങ്ങനെ 3 എണ്ണമുള്ള എല്ലാ പെയേഴ്സും എഴുതി. ഇനി 4 എണ്ണമുള്ള എല്ലാ പെയേഴ്സ്. അപ്പോൾ ഓൾട്ടർനേറ്റീവ് ആയിട്ട് മൈനസ് പ്ലസ് ആണ് വരുന്നത്. അത് സിംഗിൾട്ടൺ സെറ്റ് എഴുതി, മൈനസ് എഴുതി, പിന്നെ ഡബിൾ സെറ്റുകൾ എഴുതി, പിന്നെ പ്ലസ് എഴുതി, പിന്നെ 3 സെറ്റ് ഉള്ളത് എഴുതി, അത് കഴിഞ്ഞ് മൈനസ് എഴുതി. കണ്ടോ, ഓൾട്ടർനേറ്റീവ് ആയിട്ട് മൈനസ് പ്ലസ് ആണ് എഴുതേണ്ടത്. ഈ 4 എലമെന്റ്സ് ഉള്ള സെറ്റ് വരണം. അപ്പോൾ A1 A2 A3 A4. ഇനി A1 A2 A3 A5. ഇനി അടുത്തത് എഴുതുന്ന സമയത്ത്, അപ്പോൾ ഓരോന്ന് എഴുതുന്ന സമയത്ത് ഓരോ ടേംസ് ആണ് ഇല്ലാണ്ടിരുന്നിരുന്നത് അല്ലെ? 4 എണ്ണമൊക്കെ എഴുതുന്ന സമയത്ത് ഓരോ ടേംസ് ഇല്ല. ആദ്യത്തെ സംഭവത്തിൽ എഴുതുമ്പോൾ ആരില്ല? A5 ഇല്ല. ഇത് എഴുതുമ്പോൾ A4 ഇല്ല. ഇത് എഴുതുമ്പോൾ A3 ഇല്ല. ഇത് എഴുതുമ്പോൾ A2 ഇല്ല. ഇത് എഴുതുമ്പോൾ A1 ഇല്ല. പിന്നെ എല്ലാ സിംഗിൾട്ടൺ സെറ്റും എഴുതി. സിംഗിൾട്ടൺ സെറ്റ് അല്ല, ബാക്കിയുള്ളത് മീൻസ് എന്താ വരിക? A1 ഇത് എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? A1 ഇന്റർസെക്ഷൻ A2 ഇന്റർസെക്ഷൻ A3 ഇന്റർസെക്ഷൻ A4 ഇന്റർസെക്ഷൻ A5 എന്ന് പറഞ്ഞിട്ട് എഴുതണം. ഓക്കെ, ഇത് ഇങ്ങനെയാട്ടോ എഴുതണ്ടേ. ഞാൻ ഒറിജിനൽ നോട്ടിൽ ഇത് ചേഞ്ച് ചെയ്തോളാം കേട്ടോ. അപ്പൊ ഇതിന്റെ എല്ലാ വാല്യൂസ് എടുത്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് വന്നു? എല്ലാ വാല്യൂസും നമ്മൾ കൊടുക്കുമ്പോൾ 40,951. ജസ്റ്റ് കാൽക്കുലേറ്ററിൽ ഇട്ട് കൊടുക്കുക, വേറെ ഒരു പരിപാടിയും ഇല്ല. ഇനി ഇതുപോലത്തെ സിമിലർ പ്രോബ്ലംസ് ഞാൻ നോട്ട് ചെയ്യുന്ന സമയത്ത് മാക്സിമം എഴുതി വെച്ചതാണ്. അപ്പോൾ there are 345 students at a college who had taken a course in discrete-ലും ചെയ്തിട്ടുണ്ട്, courses in both calculus and discrete maths. How many students? അതിന്റെ മുകളിലായിരുന്നു ബാക്കിയുള്ള ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം. മാത്സ് ഉണ്ട്, ഡിസ്ക്രീറ്റ് ഉണ്ട്. and 188 who have taken courses in both calculus and discrete maths. How many students have taken either calculus or discrete? അപ്പോൾ നമുക്ക് ഇവിടെ number of students who take course in calculus എന്ന് പറയുമ്പോൾ ഇതിന്റെ വാല്യൂസ് ഇതിൽ കറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട് കേട്ടോ. അതിൽ ആദ്യത്തെ പറയണത് കാൽക്കുലസ് എടുത്ത കുട്ടികൾ 345 തന്നിട്ടുണ്ട്. ഞാനത് ഫോട്ടോ എടുക്കുമ്പോൾ വിട്ടുപോയിട്ടുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്താം? കാൽക്കുലസ് എടുത്ത കുട്ടികൾ 345, അതുപോലെ തന്നെ ഡിസ്ക്രീറ്റ് മാത്സ് എടുത്ത കുട്ടികൾ 218, രണ്ടും കൂടി എടുത്ത ആൾക്കാർ 188. സോ ആൻസർ എന്ത് വന്നു? 369 വന്നു. നമ്മൾ കണ്ടത് തന്നെ. ഇനി അടുത്ത പോലെ how many positive integers are not exceeding 10,000 which are divisible by?
നേരത്തെ നമ്മൾ നോട്ട് ഡിവിസിബിൾ ആയിരുന്നു. നോട്ട് ഡിവിസിബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതന്നെ ചെയ്യുക, അതായത് എ യൂണിയൻ ബി കണ്ടുപിടിച്ചിട്ട് 1000 എ യൂണിയൻ ബി മൈനസ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഇവിടെ നമുക്ക് അതിനൊന്നും ആവശ്യമില്ല, ഡയറക്റ്റ് എ യൂണിയൻ ബി കണ്ടാൽ മതി. അപ്പോൾ 7 11 തമ്മിൽ കോമൺ ഫാക്ടേഴ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് എ ഇന്റർസെക്ഷൻ ബി ഒക്കെ കാണുന്ന സമയത്ത് 1000/77 ചെയ്താൽ മതി. ഇതൊക്കെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് എന്ത് വന്നു? 220 എന്ന് വന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതേ സെയിം സാധനം തന്നെ. എ ടോട്ടൽ ഓഫ് 1230 students have taken a course in Spanish, 875 take a course in French, 115 take a course in Russian, 105 take in Spanish and French, 25 have taken both Spanish and Russian, 15 have taken both French and Russian. If 2090 students have taken at least one of Spanish, French and Russian, അതിൽ നിന്നല്ല നമുക്ക് എ യൂണിയൻ ബി യൂണിയൻ സി ആണ് നമുക്ക് തന്നിട്ടുള്ളത്. നമ്മളോട് എന്താ ഹൗ മെനി സ്റ്റുഡൻറ് ഹാവ് ടേക്ക് കോഴ്സ് ഇൻ, അതായത് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി ആണ് ചോദിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ അതിന്റെ ഫോർമുല എഴുതുക. എ യൂണിയൻ ബി യൂണിയൻ സി ഈക്വൽ ടു കാർഡിനാലിറ്റി ഓഫ് എ പ്ലസ് കാർഡിനാലിറ്റി ഓഫ് ബി പ്ലസ് കാർഡിനാലിറ്റി ഓഫ് സി മൈനസ് രണ്ട് പെയേഴ്സ്, എ ഇന്റർസെക്ഷൻ ബി, എ ഇന്റർസെക്ഷൻ സി, ബി ഇന്റർസെക്ഷൻ സി, പിന്നെ 3 ഉള്ളത് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി. ഇതിൽ നമുക്ക് ഇത് മാത്രമാണ് അറിയാത്തുള്ളൂ, ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ അറിയാം. അതെല്ലാം നമ്മൾ എന്ത് ചെയ്തു? ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എ യൂണിയൻ ബി യൂണിയൻ സിയുടെ വാല്യൂ ആണ് 2090. അതുപോലെ കാർഡിനാലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് 1230, 875, 115. പിന്നെ എ ഇന്റർസെക്ഷൻ ബി, എ ഇന്റർസെക്ഷൻ സി, ബി ഇന്റർസെക്ഷൻ സി, അതാണ് 105, 25, 15. ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എനിക്ക് എന്ത് വന്നു? 15 ആൻസർ വന്നു. അടുത്തൊരു ടൈപ്പ് നമുക്ക്